ശരിക്കും പറഞ്ഞാൽ അത് അവിടെ എത്തി അത് ഫേസ് ചെയ്യുമ്പോഴേ അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ലൈക്ക് ശരിക്കും ഞാൻ ഗിവ് അപ്പ് ചെയ്യണമെന്ന് കുറെ പ്രാവശ്യം വിചാരിച്ചിട്ടുണ്ട്. അവിടെ ആ ക്രെവാസസും ആ ഏണിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇപ്പൊ മരിച്ചു പോകും, എന്തായാലും വീഴും, ബാലൻസ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഐസ് ഫോള് എപ്പോഴും ഈ ആവലാഞ്ചസ് എല്ലാ ദിവസവും നമ്മൾ ആവലാഞ്ച് കണ്ടുകൊണ്ടിരിക്കും. ഉറങ്ങുമ്പോൾ ഇതിങ്ങനെ സമ്മിറ്റ് പുഷിന് പോയി അതിന്റെ ഞങ്ങളുടെ പിറ്റേ ദിവസം വന്ന കുറെ പേര് ആവലാഞ്ചിൽ പെട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഞ്ചേർഡ് ആയിരുന്നു ഈ ഐസ് ഫോളിൽ. ഒരുപാട് പേര് തലേ ദിവസം സബ്മിറ്റ് ചെയ്തിട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ക്യാമ്പ് 2ലേക്ക്. അപ്പോൾ അവിടുന്ന് അവർ പറയാം ദർ ഇസ് എ ഡെഡ് ബോഡി, ഇന്ന് മരിച്ച ഡെഡ് ബോഡി അവിടെ ഉണ്ട്, അയാൾ അവിടെ കിടക്കുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, അത് വിറ്റിട്ട് അതിന്റെ പ്രോഫിറ്റ് വെച്ചിട്ടാണ് പോയത്. ശരിയാ, മലയാളിയുടെ ഒരു വലിയ സ്വപ്നമാണ് വീട് വെക്കൽ. ആ സ്വപ്നം വിറ്റിട്ടാണ് ഞാൻ വേറെ സ്വപ്നം. അപ്പൊ ഏത് സ്വപ്നത്തിനാണ് വെയിറ്റ് എന്നുള്ളത് നമ്മുടെ പ്രയോറിറ്റീസ്. എന്റെ ഗൈഡ് തന്നെ 7 times എവറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് അയാൾക്കൊക്കെ ഒരു വെറുതെ ഒരു വാക്ക് ഇൻ ദ പാർക്കായിരുന്നു, ജസ്റ്റ് പെട്ടെന്ന് കയറി ഇറങ്ങുന്നത്. ക്യാമ്പ് 2 അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോൾ പിന്നെ കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല. ഭയങ്കര വേദന, ലൈറ്റ് തട്ടുമ്പോഴേക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, വേദന എടുത്തിട്ട്. പിന്നെ 2 days കണ്ണ് ഫുൾ കാണുന്നുണ്ടായി. ഞാൻ നേരെ ഫോം കൊണ്ടിട്ട് ഹസ്ബൻഡിന് കൊടുത്തു, ഇന്ന എന്റെ ബോഡി എന്താ ചെയ്യുന്നത്. ആ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കോംപ്രമൈസും ഇല്ല, തിരിച്ചിവിടെ എത്തണം. നമ്മളെല്ലാം ശരിക്കും നല്ല ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് നമ്മള് പോയത്. കാരണം ഒരുപക്ഷെ തിരിച്ചു വരില്ല എന്ന് ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് അവിടെ.